ഈ ഒരു വീഡിയോ കണ്ടവരെല്ലാം പറയുന്നുണ്ട് എത്രത്തോളം ഭാഗ്യം വേണം ഇങ്ങനെയുള്ള ഒരു അമ്മനെ കിട്ടാനെന്ന് അറിഞ്ഞിട്ടാണ്. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ആ അമ്മയുടെ മകളാണ് ആ പെൺകുട്ടിയും. ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് എത്രത്തോളം വിഷമമുണ്ടാകും. ഈ വീഡിയോ കംപ്ലീറ്റ് നിങ്ങളൊന്ന് കാണട്ടോ, എന്നിട്ട് അതിൻ്റെതായ അഭിപ്രായങ്ങളും പറയണം. കണ്ടോളൂ വീഡിയോ. അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് ടെൻഷൻ പിടിച്ചൊരു യാത്രയാണ്. കാര്യം വേറൊന്നുമല്ല, ഇയാളുടെ ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു, കുറച്ചധികം കാലമായിട്ട് ലൈനായിരുന്നു. അപ്പൊ ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴിയിൽ നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അതിന് മുമ്പായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടുമൂന്ന് ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിന്ന് പോരുന്നെന്നും പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അതെല്ലാം അവര് വിളിച്ചതിന് ശേഷമാണ് ഇവള് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവളിവിടെ കൊട്ടാരക്കര എവിടെയോ നിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ അവളെ തിരക്കുള്ളൊരു യാത്രയാണ്, ഇനി ഇത് എന്താവുന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മള് ഇപ്പം നെടുവത്തൂര് എത്തി, കൊട്ടാരക്കര കുറച്ച് സമയം കൂടെ ഉള്ളൂ. അവിടെ എവിടാ നിൽക്കുന്നതിന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും ഒരു ഏകദേശ ധാരണയുണ്ട് അവൾ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് കൊട്ടാരക്കര. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മള് കുട്ടിയെ കണ്ടിട്ടുണ്ട്. കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത്, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങള് ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി, കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ, ചേസിങ് വല്ലതും ഉണ്ടോ, അടിയോ അക്രമോ വല്ലതും ഉണ്ടോ നോക്കണമല്ലോ. പയ്യൻ ഇടിയിട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്, കാരണം ഇടിയിട്ടിയാൽ നോക്കുന്നത് നമുക്കും കൂടെ അല്ലേ, നമ്മുടെ മോനല്ലേ ഇടി മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ പുറത്തിറങ്ങി. അണ്ണം വണ്ടി നല്ല സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലാക്കി ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പൊ പുള്ളിക്കാരത്തി അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ട്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവും ഒക്കെ ആയിരുന്നു. ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നവർ. അപ്പൊ അവൻ മറു സൈഡിൽ കൂടെ ദേന്റെ മോടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട്, കാരണം ആരെങ്കിലുമൊക്കെ വന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഇടിയിട്ടി അറിയാൻ. അപ്പൊ ദേണ്ട ആ സൈഡിൽ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചെന്ന് കണ്ടു. അപ്പൊ പുള്ളിക്കാരി എന്താന്നാ വീട്ടിൽ നിന്ന് ചാടി പോരുന്നത് കൊണ്ടാണോ, കറുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് കേട്ടോ. അപ്പൊ ദേണ്ട അതാണ്ട വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ്, അവനെ അറിയാവല്ലോ, അതുകൊണ്ട് അതാണ് കുട്ടി. അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന്. മോളെ എന്തു പ്രശ്നം? ഞങ്ങളാരും അടിച്ചോണ്ട് പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നല്ലേ, ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയതൊന്നും പറയത്തില്ലയോ? മോഡ് ഇഷ്ടപ്രകാരം തന്നെ വന്നില്ലയോ? അല്ല, കാരണം വേറൊന്നും അല്ല, ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങള് തട്ടിക്കൊണ്ട് പോരുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം, പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. കാര്യം അവിടെ ചെന്നിട്ട് പറയാം, ഈ മോളെ ഇഷ്ടപ്രകാരം വന്നയാന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായാൽ അറിയത്തില്ലല്ലോ. കുറച്ച് സമയത്തിന് മുമ്പ് ഭയങ്കര ടെൻഷനിൽ പറഞ്ഞിരുന്നു,